ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ ലോക വസ്തുക്കളിൽ ഏതിലെങ്കിലും നമ്മുടെ മനസ്സ് ആഗ്രഹത്തെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിന് ഏതെങ്കിലും വസ്തു വേണമെന്ന് തോന്നുന്ന പക്ഷം അവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ വസ്തുക്കളെല്ലാം നാശത്തിന് വിധേയമാണ്. നശിക്കുന്ന ഒരു സുഖത്തെ ആരും ഇഷ്ടപ്പെടുകയില്ല. ഇന്ന് സുഖം നാളെ ദുഃഖമാണെങ്കിൽ ഇന്നത്തെ സുഖം ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത്? എന്നാൽ ചില അല്പന്മാരാവട്ടെ, നാളെ ദുഃഖമാണെങ്കിലും വേണ്ടില്ല, ഇന്ന് സുഖിച്ചാൽ മതി എന്ന് പറയുന്നവരാണ്, എന്ന് കരുതുന്നവരാണ്. അങ്ങനെയുള്ളവർ ദുഃഖിക്കുക തന്നെ വേണ്ടി വരും. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ ആശയം വയ്ക്കണം എന്നുമെന്നും. ഇതൊരു പരമസത്യം നമുക്ക് വിളിച്ചോതി തരികയാണ്. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം. നാം ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന എല്ലാ വസ്തുക്കളും അനാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന, ഇതിനെയെല്ലാം ഉണ്ടാക്കുകയും നിലനിർത്തുകയും പരിണമിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി ഏതാണോ അതാണ് അനശ്വരമായ ആത്മാവ്. അതാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നാം മറന്നുപോയിരിക്കുന്നു. എന്നിട്ട് നാം ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ ആഗ്രഹം വെച്ച് പുലർത്തുന്നു. അതാണ് ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. ദുഃഖത്തിന് കാരണം അതാണ്. ഇത് നശിക്കുന്നവയാണ്. ഈ വസ്തു നശിക്കുമ്പോൾ നമ്മുടെ സുഖവും നശിക്കും. അതുകൊണ്ടാണ് ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ. നാശമില്ലാത്ത വസ്തുവാണ് ആത്മാവ്. ആത്മാവിലാണ് നമ്മൾ ആശ വയ്ക്കേണ്ടത്. ആത്മാവിൽ ആരാശ വയ്ക്കുന്നുവോ അവർക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല. അവരുടെ ഉദ്ദിഷ്ടകാര്യം ഫലപ്രാപ്തിയിൽ എത്തുന്നതുമായിരിക്കും. എന്നാൽ അനാത്മാക്കളെ നാം സ്നേഹിക്കുകയാണെങ്കിൽ, ആശ്രയിക്കുകയാണെങ്കിൽ, ആ വസ്തു നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നഷ്ടബോധവും തീരാവ്യഥയും അനുഭവമാകുന്നു. അത് അനുഭവമാകാതിരിക്കണമെങ്കിൽ അനശ്വരമായ ആത്മാവിൽ തന്നെ നാം ആശയം വയ്ക്കണം. ആശ അനാത്മാവിൽ വന്നാൽ ദുഃഖം നാശമനാത്മാവിനുണ്ടല്ലോ. നാശമില്ലാതുള്ള വസ്തുവാം ആത്മാവിൽ ആശയം വയ്ക്കണം എന്നുമെന്നും.